പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ അഖിൽ മഞ്ചേരി. A+ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് മലയാളം അടിസ്ഥാന പാഠാവലിയിലെ വയലാ വാസുദേവൻ പിള്ള എഴുതിയിട്ടുള്ള ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന നാടകത്തിൻ്റെ ആശയം പരിശോധിക്കാൻ പോവുകയാണ്. കുട്ടികൾ കൃത്യമായി ശ്രദ്ധിക്കുക. നമുക്ക് നേരിട്ട് പാഠഭാഗത്തിൻ്റെ ആശയങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. തനത് നാടക സമ്പ്രദായത്തിൽ വയലാ വാസുദേവൻ പിള്ള എഴുതിയ നാടകമാണ് ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമൂഹിക പരിസ്ഥിതി പ്രശ്നങ്ങളാണ് നാടകത്തിലെ മുഖ്യ വിഷയം. കാവ്യാത്മകവും ധ്വന്യാത്മകവുമായ ഭാഷയും രചനാരീതിയും അവലംബിച്ചുകൊണ്ടാണ് നാടകരചന നിർവഹിച്ചിട്ടുള്ളത്. ഒരു സുന്ദരമായ ഏകാംഗ നാടകമാണ് ഇത്. ഇനി ആശയം ശ്രദ്ധിക്കുക. വഴിവക്കിലെ അരയാൽ ചുവടാണ് രംഗം. പക്ഷിവേഷക്കാരായ ആളുകൾ അരയാലിൻ്റെ ചുവട്ടിലും താഴ്ന്ന കൊമ്പിലുമായി ശബ്ദമുണ്ടാക്കിയും രസിച്ചും കഴിയുന്നു. ഇവരുടെ ഇടയിലേക്ക് പക്ഷിശാസ്ത്രം പഠിച്ച ആൾ എത്തുന്നു. അയാൾ അന്ധനാണ്. ഈ പക്ഷിശാസ്ത്രക്കാരനാണ് പക്ഷികളുടെ രക്ഷകർത്താവ്. കൂട്ടത്തിൽ നിന്നും ഒരു പക്ഷി സ്വയം ചിറകരിഞ്ഞ് പിണങ്ങിപ്പിരിഞ്ഞു പോയതിൽ ദുഃഖിതനാണ് പക്ഷിശാസ്ത്രക്കാരൻ. പക്ഷികളെല്ലാം ഒരു നാൾ പക്ഷിശാസ്ത്രക്കാരനോടൊപ്പം ഒരു യാത്ര പുറപ്പെട്ടു. തേനരുവിയുടെ ഉത്ഭവസ്ഥാനത്തും തെണ്ടികളുടെ പറുദീസയിലും പട്ടിണിക്കാരൻ്റെ താവളങ്ങളിലും വിളഞ്ഞു കിടക്കുന്ന ഗോതമ്പ് വയലിലുമൊക്കെ പാറി നടന്ന് തിരികെ എത്തിയപ്പോൾ കിളികൾക്ക് താമസിക്കാൻ കൂടില്ല. കൂടുകളിരുന്ന മരക്കൊമ്പുകളൊക്കെ ആരോ മുറിച്ച് മാറ്റിയിരിക്കുന്നു. ഒരു വലിയ അരയാൽ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. താമസിയാതെ അതിൻ്റെ ചുവട്ടിലും കോടാലി വീഴും. വിശപ്പിന് മുൻകൂട്ടി ഒന്നും കരുതി വയ്ക്കാൻ കിളികൾക്ക് കഴിഞ്ഞിരുന്നില്ല. അവർ ഒന്നും വാരിക്കൂട്ടി വച്ചിട്ടില്ല. അവർക്ക് വിതയ്ക്കാൻ മണ്ണില്ല, പക്ഷേ വിശപ്പ്. അതിൽ നിന്നും മോചനം നേടാൻ അവർക്ക് കഴിയുന്നില്ല. മണ്ണും ആവാസസ്ഥാനങ്ങളും നഷ്ടപ്പെട്ടവർക്ക് വിശപ്പിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം പക്ഷിശാസ്ത്രക്കാരൻ ഉപദേശിക്കുന്നു. അങ്ങ് ദൂരെ കുന്നിൻ പുറത്ത് കതിർകുലകൾ വിളഞ്ഞു കിടപ്പുണ്ട്. അവ കൊത്തി നുണയ്ക്കാൻ പക്ഷിശാസ്ത്രക്കാരൻ കിളികളോട് നിർദ്ദേശിക്കുന്നു. അത് ആരുടേതാണ് എന്ന ചോദ്യത്തിന് നിങ്ങൾ വിതച്ചതാണ്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് അയാൾ അറിയിക്കുന്നു. പോകുന്ന പോക്കിൽ മലയോരത്തെ കാട്ടരുവി വറ്റിയോ എന്നുകൂടി അറിഞ്ഞു വരണം. പക്ഷേ പറക്കാൻ കഴിയാത്ത വിധം ചൂടാണെന്ന് പക്ഷികൾ പരാതിപ്പെടുന്നു. ചിറക് കരിഞ്ഞു പോകുന്ന ചൂട്. നമുക്ക് തണൽ നൽകിയിരുന്ന വനം വെട്ടിമാറ്റിയതാണ് ചൂടിന് കാരണമെന്ന് പക്ഷിശാസ്ത്രക്കാരൻ പറയുന്നു. കൂരമ്പും കൂർത്ത നോട്ടവുമായി ഇരുട്ടത്ത് ഇഴഞ്ഞു നടക്കുന്ന മനുഷ്യനാണ് അത് ചെയ്തത് എന്നുകൂടെ അവർ പറയുന്നു. വിതച്ചത് കൊയ്തു വരാൻ പക്ഷിശാസ്ത്രക്കാരൻ കിളികളെ ഉപദേശിക്കുന്നു. കിളികൾ നിർദ്ദേശം അനുസരിക്കുന്നു. കിളികൾ പാടത്തെത്തി കതിര് കൊത്താൻ തുടങ്ങുമ്പോൾ പാടത്തിൻ്റെ ഉടമ പെട്ടെന്ന് അവിടെ എത്തുന്നു. കയ്യിൽ അമ്പും വില്ലുമുണ്ട്. ഈ കിളികളെ ഇങ്ങോട്ട് പറത്തിവിട്ടവനെയാണ് ഉടമ അന്വേഷിക്കുന്നത്. അയാൾ നിമിഷങ്ങൾക്കകം പക്ഷിശാസ്ത്രക്കാരനെ പിടികൂടുന്നു. തൻ്റെ പാടം നശിപ്പിക്കാൻ കിളികളെ അയച്ചവൻ ശിക്ഷിക്കപ്പെടണമെന്ന് ഉടമയുടെ വാശി. ഉടമ പക്ഷിശാസ്ത്രക്കാരൻ്റെ ശരീരമാകെ അമ്പെയ്ത് കൊള്ളിക്കുന്നു. പെട്ടെന്ന് മരത്തിന് ചുറ്റുമുണ്ടായിരുന്ന വെള്ളപ്പൂക്കളുടെ നിറം ചുവപ്പായി മാറുന്നത് ശ്രദ്ധിച്ച ഉടമ അവിടെ നിന്നും പേടിച്ച് ഓടിമറയുന്നു. അല്പം കഴിഞ്ഞ് പക്ഷികൾ ചുണ്ടിൽ കതിരുമായി പറന്നെത്തുന്നു. പക്ഷിശാസ്ത്രക്കാരനെ കാണാതെ അവർ വിഷമിക്കുന്നു. പൂക്കളുടെ നിറം ചുവക്കുന്നത് പക്ഷികളും ശ്രദ്ധിക്കുന്നു. തങ്ങളുടെ താതന് തുല്യനായ പക്ഷിശാസ്ത്രക്കാരനെ നിലത്തിൻ്റെ ഉടമ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകാമെന്ന് പക്ഷികൾ കരുതുന്നു. താമസിയാതെ ഒരു സത്യം കിളികൾ പക്ഷിശാസ്ത്രക്കാരിൽ നിന്നും അറിയുന്നു. ആരാണ് ഈ നിലത്തിൻ്റെ ഉടമ? തങ്ങളിൽ നിന്നും വേർപിരിഞ്ഞ്
ചിറകറ്റ് പോയവൻ തന്നെയാണത്. ഗുരുവിനെ നിന്ദിച്ചതിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ടവൻ. ഇപ്പോൾ ആ ഗുരുവിനെതിരെ പ്രതികാരം തീർക്കാൻ അവൻ ഇറങ്ങിത്തിരിച്ചതാണ്. തുടർന്ന് കൂരമ്പ് തറച്ച പക്ഷിശാസ്ത്രക്കാരനെ കിളികൾ ശരശയ്യ ഒരുക്കി അതിൽ കടത്തുന്നു. ഈ അവസരത്തിൽ ഭയന്നുപോയ നിലത്തിൻ്റെ ഉടമ ഓടിയെത്തുന്നു. അയാളുടെ തോട്ടത്തിലെ പൂക്കൾ ചുവന്നിരിക്കുന്നു. ഉടമയ്ക്ക് മറ്റു പക്ഷികളോടൊപ്പം ചേരണമെന്നുണ്ട്. അതിനാൽ മറ്റുള്ളവർ ഉടമയ്ക്ക് സ്വർണ്ണച്ചിറക് നൽകുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കുന്നു. ഇതോടെ നാടകം അവസാനിക്കുകയാണ്. എല്ലാവരും ഒന്നാണെന്ന ബോധ്യത്തോടെ ഈ ലോകത്തിൽ ഒരുമിച്ച് നിന്ന് സ്നേഹിക്കുകയും അർഹതപ്പെട്ടതെല്ലാം പങ്കുവെക്കുകയും ചെയ്താലേ സമത്വസുന്ദരമായ ലോകം പണിയാനാകൂ എന്ന മഹത്തായ സന്ദേശമാണ് ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ ആശയമായി കാണാൻ സാധിക്കുന്നത്. കുട്ടികൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ കേൾക്കുക, കൃത്യമായ രീതിയിൽ എഴുതിയെടുത്ത് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ പാഠഭാഗത്തിൻ്റെ ചോദ്യ ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ടുമുട്ടാം. നന്ദി.